അടുത്ത ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് ഇനി ഒരു വർഷം മാത്രമാണ് ബാക്കിയുള്ളത്. കൃത്യമായി പറഞ്ഞാൽ 2027 ഒക്ടോബർ 4 തുടങ്ങും. ദക്ഷിണാഫ്രിക്കയിലും സിംബാബ്വേയിലും നമീബിയയിലുമായി നടക്കുന്ന ഏകദിന ലോകകപ്പിലേക്കുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും ടീമുകൾ ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് ഇന്ത്യൻ ടീമിനെ എടുക്കാം. ആരൊക്കെയാകും ആ സ്ക്വാഡിലുണ്ടാവുക? BCCI ആയതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ല. ലോകകപ്പിന് തൊട്ടു മുമ്പ് നടക്കുന്ന സീരീസിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെൻ്റ് ആകുന്ന താരത്തെ പോലും ചിലപ്പോൾ ലോകകപ്പ് ടീമിൽ പരിഗണിച്ചെന്ന് വരില്ല. ജസ്റ്റ് BCCI തിങ്സ്. വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ ഇവരുടെ കാര്യമൊന്നും ഉറപ്പായിട്ടില്ല. നമുക്കൊരു ആശങ്കയുമുണ്ട്, നമ്മുടെ സഞ്ജു സാംസൺ ആ ടീമിൽ ഉണ്ടാകുമോ എന്ന്. നമ്മുടെ വണ്ടർ ബോയ് വൈഭവ് സൂര്യവംശിയുടെ കാര്യം എന്താകും? പലരും ഇതിനകം സ്വന്തം നിലയ്ക്ക് ടീമിനെ പ്രഖ്യാപിക്കുന്നുണ്ട്. അവരുടെ സാധ്യതാ ടീം, അതിലേക്ക് ഒടുക്കം വന്ന ലിസ്റ്റ് ഇന്ത്യൻ മുൻതാരമായ റോബിൻ ഉത്തപ്പയുടേതാണ്. ഒറ്റ നോട്ടത്തിൽ വെൽ ബാലൻസ്ഡ് എന്ന് തോന്നിക്കുന്നൊരു ടീം തന്നെയാണ് ഉത്തപ്പയുടേത്. മാത്രമല്ല ഓരോ താരങ്ങളുടെ റോളും കൃത്യമായി ഉത്തപ്പ പറയുന്നുമുണ്ട്. ബോംബ് സ്ക്വാഡ് എന്ന് വിശേഷിപ്പിച്ച ഈ ടീമിൽ വണ്ടർ വൈഭവ് മുതൽ വെറ്ററൻ ഭുവനേശ്വർ കുമാർ വരെയുണ്ട്. ശുഭ്മാൻ ഗിൽ നയിക്കുന്ന ടീമിൽ ബാറ്റർമാരായി ഗില്ലിനൊപ്പം മുൻ ക്യാപ്റ്റൻ കൂടിയായ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ എന്നിവരുണ്ട്. രോഹിത്തിനെ ഒരു വർഷത്തിനപ്പുറവും ടീമിൽ ഉൾപ്പെടുത്തുമോ എന്ന ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും ലോർഡ്സിൽ നേടിയ തകർപ്പൻ സെഞ്ചുറിയോടെ വിമർശകർക്ക് ഹിറ്റ്മാൻ മറുപടി നൽകി കഴിഞ്ഞു. വരാനിരിക്കുന്ന പരമ്പരകളെല്ലാം രോഹിത്തിനും വിരാട് കോഹ്ലിക്കും നിർണായകം തന്നെയാകും. ഒരു പരമ്പരയിലെ പരാജയം പോലും രോഹിത്തിനും വിരാടിനും വെല്ലുവിളിയുമാകും. അതേസമയം യശസ്വി ജയ്സ്വാളിനെ ഒഴിവാക്കി പകരം വൈഭവ് സൂര്യവംശിയെ ഉത്തപ്പ ടീമിലെടുത്തിട്ടുണ്ട്. ബാക്കപ്പ് താരമായാണ് 15-അംഗ ടീമിൽ 15-കാരൻ വൈഭവിനെ ഉൾപ്പെടുത്തിയത്. KL രാഹുൽ 1-ാം നമ്പർ വിക്കറ്റ് കീപ്പറാകും. വർഷങ്ങളായി വൺഡേ കളിക്കാത്ത, നിലവിൽ 2020 ടീമിൽ നിന്ന് പോലും എടുത്തു കളഞ്ഞ ഇന്ത്യയുടെ ലോകകപ്പ് ഹീറോ സഞ്ജു സാംസണാണ് സെക്കൻഡ് വിക്കറ്റ് കീപ്പർ. 2023-ലാണ് സഞ്ജു അവസാനമായി ഇന്ത്യക്കായി ഏകദിന മത്സരം കളിച്ചത്. അന്ന് ആ കളിയിലെ താരവും സഞ്ജു ആയിരുന്നു. പിന്നീട് ആ ഫോർമാറ്റിലേക്ക് പരിഗണിച്ചതേയില്ല. KL രാഹുലും ഇഷാൻ കിഷനുമാണ് വിക്കറ്റ് കീപ്പർമാരായി ടീമിലുണ്ടാവാറുള്ളത്. അതിൽ ഇഷാനെ മറികടന്ന് സഞ്ജുവിനെ പ്ലേസ് ചെയ്തതിലാണ് ആരാധകർക്ക് കൗതുകവും അമ്പരപ്പുമുള്ളത്. സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ശൈലി ഏകദിനത്തിനാണ് കൂടുതൽ അനുയോജ്യമെന്നാണ് ഉത്തപ്പയുടെ നിരീക്ഷണം. മാത്രമല്ല ദക്ഷിണാഫ്രിക്കയിൽ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് റെക്കോർഡും മികച്ചതാണ്. അവിടുത്തെ വേഗമേറിയ പിച്ചുകളിൽ കളിക്കാൻ സഞ്ജുവിന് കഴിയുമെന്നും ഉത്തപ്പ വാദിക്കുന്നു. മാത്രമല്ല ഇഷാനേക്കാൾ ടോപ്പ് ഓർഡറായും ഫിനിഷറായും ഏത് റോളിൽ വേണമെങ്കിലും കളിക്കാൻ സഞ്ജുവിന് കഴിയുമെന്നും ഉത്തപ്പ പറയുന്നു. 37-കാരൻ രവീന്ദ്ര ജഡേജയെയും 36-കാരൻ ഭുവനേശ്വർ കുമാറിനെയും ടീമിൽ ഉൾപ്പെടുത്തി ഉത്തപ്പ ഞെട്ടിച്ചിട്ടുണ്ട്. 5 വർഷം മുമ്പാണ് പേസർ ഭുവനേശ്വർ ഇന്ത്യക്കായി അവസാനമായി ഏകദിനത്തിൽ കളിച്ചത്. എന്നാൽ IPL-ൽ ഏറെ നാളായി മികച്ച പ്രകടനമാണ് ഭുവി നടത്തുന്നത്. റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ തുടർച്ചയായി കിരീടം നേടിയതിൽ ഭുവിയുടെ പങ്ക് വളരെ വലുതാണ്, നമുക്കറിയാം. കഴിഞ്ഞ സീസണിൽ 28 വിക്കറ്റുകൾ ഭുവി നേടിയിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ കണ്ടീഷനിൽ തൻ്റെ സ്വിംഗ് ബൗളിംഗ് കൊണ്ട് ഭുവിക്ക് ഞെട്ടിക്കാനാവുമെന്നാണ് ഉത്തപ്പയുടെ കണക്കുകൂട്ടൽ. ഹർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, രവീന്ദ്ര ജഡേജ എന്നിവരാണ് ഓൾറൗണ്ടർമാർ. കുൽദീപ് യാദവാണ് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ. പേസർമാരായി ജസ്പ്രീത് ബുംറ, ഭുവനേശ്വർ കുമാർ, മുഹമ്മദ് സിറാജ്, അർഷ്ദീപ് സിംഗ് എന്നിവർ. അതേസമയം നിലവിൽ വൈറ്റ് ബോൾ ക്രിക്കറ്റിലെ സ്ഥിരം താരങ്ങളായ വാഷിംഗ്ടൺ സുന്ദർ, ഹർഷിത് റാണ എന്നിവരെ ഉത്തപ്പ ഒഴിവാക്കിയിട്ടുണ്ട്. ഹാർദിക് ഉണ്ടെങ്കിലും രണ്ടാമതൊരു പേസ് ഓൾറൗണ്ടർ ഇല്ല എന്നത് ദക്ഷിണാഫ്രിക്കയിലെ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോൾ പ്രശ്നമാകും. എങ്കിലും 4 ടോപ്പ് പേസർമാർ വേറെ ടീമിലുണ്ടെന്നത് മറക്കുന്നുമില്ല. ഒരു വർഷത്തോളം ഇനിയും ബാക്കിയുണ്ട്. ഈ കാലയളവിൽ ഇവർ ഒരുമിച്ച് കളിച്ചാൽ അത് ഇന്ത്യക്ക് മികച്ചൊരു തയ്യാറെടുപ്പാകുമെന്നാണ് ഉത്തപ്പ പറയുന്നത്. നമുക്ക് ആ ടീം ഒന്നുകൂടി പറയാം. ശുഭ്മാൻ ഗിൽ, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, സഞ്ജു സാംസൺ, വൈഭവ് സൂര്യവംശി, ഹർദിക് പാണ്ഡ്യ, അക്സർ പട്ടേൽ, രവീന്ദ്ര ജഡേജ, ജസ്പ്രീത് ബുംറ, ഭുവനേശ്വർ കുമാർ, മുഹമ്മദ് സിറാജ്, അർഷ്ദീപ് സിംഗ്, കുൽദീപ് യാദവ്. എങ്ങനെയുണ്ട് ഉത്തപ്പയുടെ ബോംബ് സ്ക്വാഡ് ടീം? ഏതാണ് നിങ്ങളുടെ 15-അംഗ ടീം? കമൻറ്റ് ചെയ്യൂ.